പക്ഷെ മരിച്ചിട്ടും ഒരാളോട് എന്തിനാണ് ഈ ക്രൂരത കാണിക്കുന്നത്? സലീം കുമാറിന്റെ മൃതശരീരത്തോട് അനാദരവ് കാണിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. നമുക്കറിയാം, ഒരു കോൺഗ്രസ്സുകാരനാണ് താനെന്ന് തുറന്നു പറയാൻ, സധൈര്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരാളാണ് സലീം കുമാർ. അതായത് സിനിമാക്കാരനായിട്ടും കലാകാരനായിട്ടും അത് ചെയ്യാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. അതിൻ്റെ പക ഒരുപാട് പേർക്ക് അദ്ദേഹത്തിനോടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മരിച്ചിട്ടും അദ്ദേഹത്തിനോട് വല്ലാത്ത രീതിയിലുള്ള അനാദരവ് ചിലർ കാണിക്കുന്നത്. അതിൽ ഏതാനും കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. നമുക്ക് പറയാൻ പോലും മടിപ്പെടുന്ന ചില കാര്യങ്ങളാണ്. പാവം നാറി ചത്തുവല്ലേ, ഒരു RIP നേരുന്നു. ചിലർ പറയുന്നു, സലീം കുമാറിൻ്റെ സ്വന്തം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ജീവൻ രക്ഷിക്കാനായില്ല, ആദരാഞ്ജലികൾ. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഈ ഒരു രാഷ്ട്രീയ തിമിരത്തെ എങ്ങനെയാണ് കാണേണ്ടത്? അല്ലെ, രാഷ്ട്രീയ തിമിരത്തിന് ആവശ്യം ശസ്ത്രക്രിയയാണ്. അത് കീറി മാറ്റുക. തിമിരം കീറി മാറ്റാതെ ഒരിക്കലും കാഴ്ചശക്തി തിരിച്ച് ലഭിക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് ഇതിലും വളരെ കൃത്യമായിട്ട് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന ഒരാളാണ്. സലീം കുമാറിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. സലീം കുമാറിന് മാത്രമല്ല, സമൂഹത്തിലുള്ള ഒട്ടുമിക്ക മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം വേണം. അതാ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കുറച്ചുകൂടി മികച്ച വ്യക്തിയാക്കി മാറ്റുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സലീം കുമാറിന് കോൺഗ്രസ് രാഷ്ട്രീയമുണ്ട്. അത് വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം സ്വീകരിച്ച ഒരു പാതയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗംഗാധരൻ, ഞങ്ങൾ ഗംഗാധരൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ കുറേ കാലങ്ങൾക്ക് അവിടെ ആ വാർഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരിക്കലും ജയിക്കാറില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും കോൺഗ്രസ് ജയിക്കണം എന്നുള്ളതാണ്. ആ കോൺഗ്രസ് ജയിക്കാത്തയിടത്തായിട്ട് പോലും അവർ കോൺഗ്രസ്സുകാരായിട്ട് ജീവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വരുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പറയാൻ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. വളരെ കുറച്ച് ആളുകൾ, 6ഉം 7ഉം പേരൊക്കെയാണ് ചിലയിടങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് പ്രകടനം നടത്താനുണ്ടായിരുന്നു. അവർക്ക് തല്ലും കൊള്ളുമായിരുന്നു കോൺഗ്രസ്സുകാരുടെ. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ് എക്കാലത്തും പൊളിറ്റിക്സ് ഉള്ളവർക്കുള്ളത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, ഒരാൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. കലാകാരന്മാർ പൊതുവെ അവരുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി പുറത്ത് പ്രകടമാക്കാറില്ല. കാരണം കലാകാരന്മാർ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിനിമ നടൻ, ഉദാഹരണത്തിന് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലൊക്കെ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയം ഉള്ളിലുണ്ടെങ്കിലും അവരതൊരിക്കലും പ്രകടമാക്കില്ല. കാരണം വെച്ചാൽ അവരുടെ സിനിമ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രം കാണുന്നതല്ല, അതെല്ലാവരും കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് കണ്ടോട്ടെ എന്ന് കരുതി എല്ലാവരും കാണണം എന്ന് ആഗ്രഹിച്ചും അവരൊരിക്കലും എന്ത് ചെയ്യാറില്ല, അങ്ങനെ ഒരു പാർട്ടിയുടെ ലേബലിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കാറില്ല. പക്ഷെ അതുകൊണ്ട് അവർക്ക് പൊളിറ്റിക്സ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മോഹൻലാലിന് രാഷ്ട്രീയമുണ്ട്, മമ്മൂട്ടിക്കും രാഷ്ട്രീയമുണ്ട്, സലീം കുമാറിന് രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് ഇന്ന രാഷ്ട്രീയമാണോ ഉള്ളത് എന്ന് പറയുന്നതിനുള്ള ചങ്കുറപ്പുണ്ടായിരുന്നു, നട്ടലുണ്ടായിരുന്നു. മാത്രമല്ല വെറുതെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ആ പൊളിറ്റിക്സുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. അത് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളെ ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ആക്രമിക്കാനായിട്ട് തുടങ്ങിയാൽ കലാകാരനുള്ളത് മാറ്റി വെക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂല. എന്തിനെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. വിമർശിക്കണമല്ലേ, CPM-നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ സലീം കുമാറിന്റെ സ്വന്തം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പറയുന്ന അധിക്ഷേപം അദ്ദേഹത്തോട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു രോഗാതുരമായിട്ടുള്ള മനസ്സിന്റെ അഭിപ്രായ പ്രകടനമായിട്ടാണ് സമൂഹം ഇതിനെ വിലയിരുത്തേണ്ടത്. മനോരോഗം ബാധിച്ചവർക്ക് എന്തും വിളിച്ചു പറയാം. പക്ഷേ അവരത് വിളിച്ചു പറഞ്ഞതിൽ കുഴപ്പമില്ല, കാരണം അവർ മനോരോഗികളാണ്. അതിനെ ന്യായീകരിക്കാൻ ആരും ചെല്ലരുത് എന്നുള്ള അഭിപ്രായക്കാരനെ. അല്ല, അതിനെ വിമർശിക്കാൻ ആരും ചെല്ലുന്നില്ല. പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും ആളുകൾ ചെല്ലുന്നില്ല, സാംസ്കാരിക പ്രവർത്തകർ ചെല്ലുന്നില്ല. ഇത് ചെയ്യുന്നത് തെറ്റാണ്, സൈബർ സഖാക്കളെ എന്നാരും പറയുന്നില്ല. അല്ല, ഇതൊക്കെ കൊണ്ടാണല്ലോ ഈ CPM കേരളത്തിൽ തോറ്റുപോകുന്നത്. കാരണം ആരെയും വിമർശിക്കാം നമുക്ക്. വിമർശനം എന്ന് പറയുന്നത്
രാഷ്ട്രീയ പ്രവർത്തനത്തിലെ വളരെ ആവശ്യം വേണ്ട ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ്. നിങ്ങൾ വിമർശിക്കാതിരിക്കുമ്പോഴാണ് നിങ്ങൾ തെറ്റിനെ ന്യായീകരിക്കുകയും തെറ്റിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ സൈബർ സഹാക്കൾ ഇങ്ങനെയെല്ലാം അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്താനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും അതിൻ്റെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള സഹാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അവരെ ചെയ്യുന്നില്ലെങ്കിൽ അവർ തെറ്റിനെ മൗനം കൊണ്ട് ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. സാംസ്കാരിക പ്രവർത്തകരുടെ കാര്യം അതുതന്നെയാണ്. പക്ഷേ CPM-നെതിരെ വിമർശനങ്ങളുടെ കുന്തമുന എപ്പോഴും വായിക്കാറുള്ള നടൻ ജോയ് മാത്യു ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറിപ്പ് ഇപ്പം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുകയാണ്. അതിന് ഏതാനും വരികളൊന്ന് വായിക്കാം, വളരെ പ്രസക്തിയുള്ളതാണ്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയും അവരൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കാലം ബ്രാക്കറ്റിൽ ചിരിക്കരുത് വരുമെന്ന് പറഞ്ഞ മാർക്സിന്റെ അടിവസ്ത്രം അലക്കി ഉടുക്കാൻ പോലും അർഹതയില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് എന്ത് പേരിട്ടാണ് നാം വിളിക്കേണ്ടത്? ഇതല്ല നമ്മുടെ സംസ്കാരം. ഒരു മൃതശരീരത്തോട് തൻ്റെ നടന വൈഭവം കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ കലാകാരനോട് ആദരവ് കാണിച്ചില്ലെങ്കിലും ആ മൃതശരീരത്തെ കുത്തിക്കീറാതിരിക്കും എന്ന് പറയാൻ ശേഷിയുള്ള ഒരു പീറ രാഷ്ട്രീയ സാംസ്കാരിക മഹാൻ പോലും ഈ പാർട്ടിയിലില്ല എന്നുള്ളതാണ് നാം ഭയപ്പെടേണ്ട വസ്തുത. 5 വർഷം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുമല്ലോ എന്നുള്ളത് ഒരു ആശ്വാസം തരുന്ന കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഇന്നലെ ജോയ് മാത്യുവിനെ കണ്ടിരുന്നു പറവൂർ വെച്ച്. സലീം കുമാറിനെ കാണാൻ അദ്ദേഹം വന്നിരുന്നു. ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞാണ്. കാരണം നേരത്തെ കൊടുങ്ങല്ലൂര് അദ്ദേഹം വരുമായിരുന്നു പല സമയങ്ങളിലും, പ്രത്യേകിച്ച് ജോയിയൊക്കെയുള്ള കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇന്നലെ സംസാരിച്ചത്. മാത്രമല്ല പലപ്പോഴും ചാനൽ ചർച്ചകളൊക്കെ നേരത്തെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ചയൊക്കെ ചെയ്തു. ജോയ് മാത്യു വളരെ ക്രിട്ടിക്കലാണ്. ജോയ് മാത്യു നക്സലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മാർക്സിയൻ ചിന്താധാര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാലത്തും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം കലിപ്പ് ഇക്കാര്യത്തിൽ വരുന്നതെന്നാണ് കണക്കാക്കുന്നത്. കാരണം മാർക്സിസത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് കണക്കാക്കപ്പെടുന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലത്തെ സ്വപ്നം കാണുന്ന കുറേ ആളുകൾ. അത് കാൽപ്പനികമായ കമ്മ്യൂണിസ്റ്റുകളുടെ വാചകങ്ങൾ മാത്രമാണ്. നമ്മളിന്ന് കാണുന്ന CPM-നകത്തുള്ള ബഹുഭൂരിപക്ഷ ആളുകൾക്കും അതെന്താണെന്നൊന്നും അറിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കേരളത്തിൽ ആരും മാർക്സിസം പഠിക്കുന്നില്ല. കേരളത്തിലെ CPM-നകത്തുള്ള ബഹുഭൂരിപക്ഷം പേരും, പ്രത്യേകിച്ച് പുതുതലമുറ CPM പ്രവർത്തകർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ സൈബർ ഇടങ്ങളിലൊക്കെ CPM-ന് വേണ്ടിയിട്ട് വാദിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട്. അവർക്ക് മാർക്സ് എന്താണെന്നറിയില്ല. അപ്പം അതുകൊണ്ട് അവർ പറയുന്ന കാര്യം മാർക്സിസ്റ്റുകൾ പറയുന്നതായിട്ട് എടുക്കുന്നതിൽ ഒരു കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പാർട്ടിയുടെ അനുഭാവികളാണ്. ആ ഒരു പാർട്ടിയുടെ അനുഭാവികളായിരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾ പാർട്ടിക്കാരാവുന്നത് എന്നാണ്. വലിയ മണ്ടന്മാരാണ് അവർ. പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല കേരളത്തിൽ വലിയ തരത്തിൽ വളർന്നത് വികസിച്ച്. കേരളത്തിലെ പഴയകാല കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ അംബാസഡേഴ്സായിരുന്നു. ശരി അല്ലേ? ഒറ്റമുണ്ടെടുത്തും നഗ്നപാതരായിട്ടും വീടാന്തരം കയറി വീട്ടുകാരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ ജീവിതം ബലിയർപ്പിച്ച ആളുകളായിരുന്നു. അങ്ങനെ ഉള്ള ഒരാളുടെ സ്ഥാനത്ത് ഈ ജൻസി CPM എന്ന് പറയുന്ന വരുന്നവനെ എടുത്തു വച്ചിട്ട് കാര്യമില്ല. അവനറിയില്ല എന്താണ് മാർക്സ് എന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന ഒരുത്തൻ കുറിച്ചുവിടുന്ന വാക്കുകൾ, കുറിച്ചുവിടുന്ന പുലഭ്യങ്ങൾ, അത് പുലഭ്യങ്ങൾ മാത്രമാണ്. മാർക്സുമായിട്ട് എന്ത് ബന്ധമായി? ഒരു ബന്ധമില്ല. ജോയ് മാത്യു അതുകൊണ്ട് അത് തിരിച്ചറിയണം എന്നുള്ള അഭിപ്രായക്കാരനെ. ഈ തലക്കൊള്ളിയില്ലാത്തവന്മാർ പറയുന്ന കാര്യങ്ങളാണ് മാർക്സിസത്തിന്റെ അനുഭാവികൾ പറഞ്ഞിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു കഥയുമില്ല. അല്ല, അത് അലക്കിയെടുക്കാൻ പോലും അർഹതയില്ലാത്തതാണ് പുള്ളി പറഞ്ഞത്. അതെ, അവരങ്ങനെ കണ്ടാൽ മതി നമ്മൾ. അതാണ് പ്രശ്നം. അതല്ലാണ്ട് മാർക്സമായിട്ട് അറ്റങ്ങളെ തൊട്ടുവെച്ച് ചർച്ച ചെയ്യുന്നതിൽ ഒരു കഥയുമില്ല. ഇത്രയും ആളുകൾക്ക് പിണറായിസ്റ്റുകളാണ്. പക്ഷേ പിണറായിസ്റ്റുകളാണ് ഇവരൊക്കെ. പിണറായിസ്റ്റുകൾ എന്ന് പറഞ്ഞതിലും കഥയില്ല ശരിക്കും. അത് ഈറ്റിങ്ങൾ എന്താണെന്ന് അവർക്ക് പോലും അറിയാൻ പാടില്ല. ദേ ഹാവ് ടു ഡിഫൈൻ വാട്ട്, എന്താണ് എന്ന് അവർ തന്നെ അവരെ നിർവചിക്കേണ്ട ആവശ്യമുണ്ട്. അതല്ലാണ്ട് നമ്മളവരെ പിണറായിസ്റ്റുകളെന്നോ മാർക്സിസ്റ്റുകളെന്നോ ഒക്കെ പറഞ്ഞു വിളിക്കുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സമൂഹത്തിൽ ഇടപെടാനായിട്ട് കൊള്ളാത്ത ആളുകൾ എന്ന് നമുക്കവർ വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അവർ പറയുന്ന അഭിപ്രായങ്ങൾ അത്തരത്തിൽ കെട്ട അഭിപ്രായങ്ങളായിട്ട് കണക്കാക്കിയാൽ മതി. അതിൽ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുത്താൽ നമുക്കതിന് വട്ടുപിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ SFIയിലേക്കൊക്കെ പഴയ കാലത്ത് ഞങ്ങളൊക്കെ SFIക്കാരായിരുന്നു. അതിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അനവധി പുസ്തകങ്ങൾ വായിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമുക്ക് കാൽപ്പനികമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ നെയ്തെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ കൂടെ നടക്കാൻ ഒരു രസം നമുക്ക് തോന്നിയത്. ഇന്ന് അങ്ങനെയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് അങ്ങനെ അല്ലാത്ത ആളുകളെ നമുക്ക് പഴയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ബഹുമാനിക്കേണ്ടത് എപ്പോഴാണ്? അയാളുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. വ്യത്യസ്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ടാവണമല്ലോ മനുഷ്യൻ. അല്ലെങ്കിൽ പിന്നെ ഒരഭിപ്രായം മാത്രമുള്ള, ഒരച്ച് മാത്രമുള്ളെന്ന് പറഞ്ഞാൽ അതിൽ കഥയില്ല. അത് മനുഷ്യ ജീവിതമല്ല ശരിക്കും പറഞ്ഞു. ഡൈവേഴ്സിറ്റി എന്ന് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ തന്നെ വലിയ ആഹ്ലാദമായി മാറിത്തീരും. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾക്കൊരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. എനിക്ക് ഉള്ള പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി അല്ല സലീം കുമാറിനുള്ളത്. പക്ഷേ ഞാനും സലീം കുമാറും തമ്മിൽ എത്രമാത്രം അടുപ്പമാണ് ഉള്ളത്. പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി രണ്ടുപേർക്കും ഉണ്ട്. അത് രണ്ടുപേരും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ രണ്ടുപേരും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പരസ്പരം നശിപ്പിക്കുന്നില്ല. അതാണ് പ്രശ്നം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്, എൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കാൻ നടന്നാൽ ഐ മേ ഡിസ്ട്രോയർ. നിങ്ങൾക്ക് 51 വെട്ടുന്നില്ല. അതെ. അല്ല, ഈ 51 വെട്ടെന്നൊക്കെ പറയുന്നതും ഇതേപോലെ തന്നെ കുറേ നാളായി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ക്ലീഷയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള എന്താണ്? മനുഷ്യനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന സമയത്ത് തന്നെ M. സുകുമാരൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ചെറുകഥകളിലൊക്കെ ഉള്ള ഒരു വാചകം ഇതാണ്: നീ നിൻ്റെ രക്തത്തെ കണ്ടെത്തുക, തിരിച്ചറിയുക, സംഘം ചേരുക. അത് ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ, വലിയ ഒരു കൂട്ടായ്മയുടെ, വലിയ ഒരു സ്നേഹക്കൂടിൻ്റെ നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അതില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്കൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറാനായിട്ട് കഴിയുക? അത് വലിയൊരു ചോദ്യമാണ് ശരിക്കും. ഇപ്പോൾ രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത, രാഷ്ട്രീയം പ്രവർത്തിക്കാത്ത, രാഷ്ട്രീയത്തിലില്ലാത്ത കുറേ ആളുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ളതായിട്ടുള്ള ജൽപ്പനങ്ങളെ അങ്ങനെ തന്നെ തിരിച്ചടിച്ച് ഓടിക്കേണ്ടത് ആവശ്യമാണ് ശരിക്കും. നമ്മുടെ സാംസ്കാരിക നായർ, എന്ത് സാംസ്കാരിക നായർ? സാംസ്കാരിക നായരുടെ ജോലി എന്താണ്? നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള മോശമായ പ്രവണതകൾ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. ഏത് പാർട്ടിയെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അവർ CPM കാരാം, CPM കാരെന്ന് പറഞ്ഞാൽ CPM കാരാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ചിലപ്പോൾ കോൺഗ്രസ്സുകാരാണ്, അവരും കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഒക്കെ അങ്ങനെയാണ്. ഞങ്ങളിതാണെന്ന് പറഞ്ഞ് ലേബലൊട്ടിച്ച് നടക്കുന്ന കുറേ ഐറ്റങ്ങളാണ് എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ കാണിക്കുന്നതായിട്ടുള്ള വിക്രിയ, അവർ കാണിക്കുന്നതായിട്ടുള്ള തെമ്മാടിത്തരം, അവർ കാണിക്കുന്നതായിട്ടുള്ള ധാർഷ്ട്യം, അവർ കാണിക്കുന്നതായിട്ടുള്ള അഹങ്കാര ഹുങ്ക്, അതിനെ എതിർക്കുക, അതിനെ തകർക്കുക. അതാണ് സാംസ്കാരിക നായകരുടെ ജോലി എന്നാണ് ഞാൻ മനസ്സിലായത്. പക്ഷെ അങ്ങനെ നമ്മുടെ സാംസ്കാരിക നായകരൊന്നും അങ്ങനെ പ്രവർത്തിക്കാറില്ല. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, പലതരം സാംസ്കാരിക നായകർ അവരുടെ അടുത്ത് കൂടുന്നതാണ്. എന്തിനാണ്? നിരവധി സാംസ്കാരിക ലാവണങ്ങളുണ്ട്. അതിൽ കയറിയുന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടും. അതിനുവേണ്ടി ഓരോരുത്തരുടെയും പിന്നാലെ നടന്ന് കാല് നക്കുന്ന ആളുകളായി ഇവരൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു വശം, സലീം കുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വശം. മറ്റൊരു വശം എന്ന് പറയുന്നത് സലീം കുമാർ മരിച്ചതല്ല, അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു രീതിയിലും ഇപ്പോൾ സംസാരങ്ങൾ പോകുന്നുണ്ട്. അതായത് സ്വയം മരണത്തെ ചോദിച്ചു വാങ്ങുകയായിരുന്നു സലീം കുമാർ. കാരണം 60 വയസ്സ് പോലും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, ഒരു വലിയ കലാകാരൻ, നമ്മളെ ഇനിയും ചിരിപ്പിക്കാനായിട്ട് മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കാമായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റിയില്ല? അല്ല, ഇത് പലപ്പോഴും സലീം കുമാറിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മുൻപ് ശ്രീനിവാസൻ മരിച്ച സമയത്ത് അത്തരം ഡയലോഗുകൾ വന്നു. പല കലാകാരന്മാർ, അവർ ഈ കലാകാരന്മാരുടെ ഒരു വലിയ ദൗർബല്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ മദ്യപാനം, ആ മദ്യപാനത്തിൻ്റെ ഫലമായി അവർക്ക് അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ തകർന്നു, അല്ലെങ്കിൽ ആരോഗ്യം, ശാരീരിക ഫിസിക്കൽ എന്ന് പറയുന്ന ആ ഫിസിക്കൽ സ്റ്റേറ്റ് വളരെ മോശമായി പോകും. അങ്ങനെ പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് വേഗം ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരുന്നു. അത് ഒരാളുടെ കാര്യം മാത്രമല്ല, ഒട്ടനവധി കലാകാരന്മാരെ നമ്മൾ നോക്കിയാൽ അവരൊക്കെ അങ്ങനെ അശ്രദ്ധമായി, പലരും പുകവലിച്ചും ഒക്കെ അവരുടെ ജീവിതം
ചെറുതാക്കി കളഞ്ഞിരുന്ന ആളുകളുണ്ട്. അതങ്ങനെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് കഥയില്ല. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യനെ അവർക്കിഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാണ് ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുകവലിക്കുമായിരുന്നു സലീം കുമാർ. ഞാനൊക്കെ അല്ല, അദ്ദേഹം ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നത്തിലായി അല്ല, പോയി. നമ്മൾ പുകവലിക്കുന്ന സമയത്ത് നമ്മൾ പറയും അത് ചേരുന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും പിന്നീടും വലിക്കും. പക്ഷേ അവസാന നാളുകളിൽ നമ്മളൊരു 5-6 വർഷങ്ങൾ കരൾ മാറ്റി വെച്ചതിന് ശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ജീവിതകാലത്ത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് വരുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെ ചികിത്സയുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പുറത്താളുകൾ ഇങ്ങനെ വിമർശിക്കും എന്നുള്ളത് ശരിയാണ്. ഇതിലൊന്നും കഥയില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും അവരുടെ ജീവിതം തിരഞ്ഞെടുക്കുകയും അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന്. പക്ഷെ ഇപ്പം പഴയ കലാകാരന്മാരും പുതിയ കലാകാരന്മാരെയും നമ്മളൊന്ന് താരതമ്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും ഫിറ്റ്നസ്സിന് അതേപോലെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ പുതിയ കാലത്തെ കലാകാരന്മാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പം മമ്മൂട്ടി പോലും 32-ാമത്തെ വയസ്സിൽ ഒരു ദിവസം ഏതാണ്ട് 100 സിഗരറ്റോളം വലിക്കുമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, നൃത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ സിഗരറ്റ് വലിയായിരുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം 72-76 വയസ്സോളമായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു വയസ്സിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോഴും ആരോഗ്യവാനായിട്ട് മിനി സ്ക്രീനിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ഈ ഒരു ആരോഗ്യ നിയന്ത്രണവും ആഹാര നിയന്ത്രണവും കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ്. അതെല്ലാവർക്കും അങ്ങനെ ആകാൻ കഴിയണമെന്നില്ലല്ലോ. എല്ലാവരും അങ്ങനെ ആകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സലീം കുമാറിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് വളരെയധികം ഉത്കണ്ഠയും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെൻ്റെ പോലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പലതരം സാഹചര്യങ്ങൾ, പലതരം സമ്മർദ്ദങ്ങൾ നമ്മളുടെ വഴികളെ തിരിച്ചുകൊണ്ടുപോകും. ഇപ്പോൾ പഴയ പല കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയുന്നത് ബീഡി വലിച്ചു തന്നെ അവരുടെ ജീവിതം പൊലിഞ്ഞു പോയിട്ടുള്ളതാണ് ശരിക്കും. നക്സലൈറ്റുകൾ, പഴയകാല കമ്മ്യൂണിസ്റ്റുകൾ പലരുമൊക്കെ അങ്ങനെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് പല കോൺഗ്രസ്സുകാരുടെയും ഒക്കെ ജീവിതം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പട്ടിണി, ദുരിതം, അങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ ജീവിതം അത്തരം വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് പ്രാപ്തമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സിനിമയുടെ ലോകത്തെ നമ്മൾ വലിയ തരത്തിൽ വിമർശിക്കാറുണ്ട്. സിനിമാ ലോകം. കാരണം നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് പുറത്തിറങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിത രീതികളിൽ, ജീവിതക്രമങ്ങളിൽ യാതൊരു വിധമായ സാമാന്യ മനുഷ്യരുടെ വ്യവസ്ഥകളുമില്ല എന്നും, അതുകൊണ്ട് തന്നെ അത് എതിർക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന മദ്യപാനം, പുകവലി, അതേപോലെ തന്നെ മോശമായിട്ടുള്ള വഴിവിട്ട ജീവിത രീതികൾ, ഇതൊക്കെ പല ആളുകൾക്കും ഉണ്ടാകാം. അതുകൊണ്ടാണ് പൊതുവെ അത് വിമർശിക്കപ്പെടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സിനിമാലോ എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് കേരളം മുഴുവനൊക്കെ ചർച്ച ചെയ്തിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ അതെല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരുടെ ലേബലിലേക്കും അത് കൊണ്ടുവരുന്നതിൽ എന്താണ് അർത്ഥം? എനിക്ക് ഒരർത്ഥവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സലീം കുമാറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദരിദ്രമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് വികസിച്ച് വന്ന ഒന്നാണ്. അങ്ങനെ വളർന്ന് വലുതായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് അയാൾ എത്തപ്പെട്ടിരിക്കുന്ന ഔന്നത്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് അത് എത്രമാത്രം ബൃഹത്തായിരുന്നു, വലുതായിരുന്നു നമുക്ക് മനസ്സിലായി. അല്ല, നമ്മൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിത് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും 80 വയസ്സ് വരെ ജീവിക്കാമായിരുന്നില്ലേ? അല്ല, നമ്മൾ അതിനേക്കാൾ കൂടുതലൊക്കെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ അത്രമാത്രം വലിയ സംഭാവനയാണ് അദ്ദേഹം ആ സിനിമാ ലോകത്ത് നൽകി. ഞാൻ ഒരു മനുഷ്യൻ്റെ വളർച്ചയും വികാസവും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അവരെങ്ങനെ വരുന്നു എന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നോക്കിയാണ്. അവരുടെ വീടിൻ്റെ ഒരു പശ്ചാത്തലം. എൻ്റെ വീടിൻ്റെ 3-4 വീടിന് തൊട്ടപ്പുറത്താണ് സലീം കുമാറിൻ്റെ തറവാട്. അവിടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ മുതൽ ബന്ധപ്പെടുന്നവരാണ്. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സലീം കുമാറിൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും അദ്ദേഹത്തെ ഉപദേശിക്കാനായിട്ട് കഴിയുമായിരുന്നു, അതിനുള്ള അവകാശമുണ്ടായിരുന്നു. ഞാനങ്ങനെ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അത്
സലീംകുമാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, രാഷ്ട്രീയവും പലരുടെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുകവലിക്കെതിരെ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ സംസാരിക്കുകയും അതൊക്കെ പറയുമ്പോൾ പുള്ളി പലപ്പോഴും ചിരിക്കും. അതാണ് ആകെ സംഭവിക്കുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇല്ലായിരുന്നു. നമ്മൾ അവസാന ഒരു 5 വർഷങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതെയുള്ള വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണ വിധേയമായ ഒരു ജീവിതക്രമമായിരുന്നു സലീംകുമാർ അവസാന കാലങ്ങളിൽ പുലർത്തിയിരുന്നത് എന്നുള്ള കാര്യം ഈ വിമർശിക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വിമർശിക്കുന്നവർ, അല്ലെങ്കിൽ വിമർശിക്കാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അത് പൊതുസമൂഹത്തിൽ ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വരുമ്പോഴാണ് പൊതുസമൂഹത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലക്ക് എനിക്കതിൽ വിമർശിക്കാനായിട്ടല്ല. അതിന്റെ ഒരു അതാണല്ലോ എൻ്റെ തീർച്ചയായിട്ടും സ്വകാര്യ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും എന്തുവേണം കൊണ്ടുപോകാം. പക്ഷേ സലീംകുമാർ എന്ന് പറയുന്ന ഒരാള് ഒരു പൊതുസ്വത്ത് കൂടിയാണ്. അതെ, അദ്ദേഹത്തിന്റെ അങ്ങനെ ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നമ്മളുടേതാണ്, നമ്മുടെ സമൂഹത്തിൻ്റെതാണ്, കേരള സമൂഹത്തിൻ്റെതാണ് സലീംകുമാർ എന്ന് കരുതുന്ന ആ വിശാലമായിട്ടുള്ളൊരു സ്പേസിൽ നിന്നിട്ടാണ് ആ വിമർശനത്തിന് പ്രസക്തിയുള്ളത്. അങ്ങനെ തന്നെ കണക്കാക്കുന്നു. വിശിഷ്ടമായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പം പത്മരാജൻ ആയിക്കോട്ടെ, ലോഹിതദാസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു ഏജ് സ്പാന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ 48, പത്മരാജൻ എനിക്ക് തോന്നുന്നു 48 വയസ്സിലാണ് മരിച്ചത്. ഇപ്പം ലോഹിതദാസ് ഒക്കെ 50 അറൗണ്ടാണ്. ഇവരൊക്കെ മദ്യപാനത്തിനും ഇതേപോലുള്ള പുകവലി പോലുള്ള ലഹരികൾക്കും അടിമയായിരുന്നു. നമ്മളിത് സംസാരിക്കുമ്പം ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്, ലഹരി വേട്ട എന്ന് പറയുന്നത്. സിനിമാ മേഖലയിലും ഇത്തരത്തിലുള്ള ലഹരിയുടെ വലിയ വ്യാപനമാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യം സംസാരിക്കുന്നതും കൂടിയുണ്ട്. അല്ല, ശരിയാണോ? നമ്മൾ വളരെ കർശനമായിട്ട് ഇപ്പോൾ ഞാൻ ഒരു അധ്യാപകനാണ്. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ കള്ളുഷാപ്പിൽ കയറുന്നു, കള്ളു കുടിക്കുന്നു എന്നൊക്കെ വന്നാൽ നമുക്ക് അധ്യാപനമായിട്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല, പുകവലിക്കാറില്ല, കള്ളു കുടിക്കാറില്ല. ഇതെന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്യാപകൻ എന്ന് പറയുന്ന ഒരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വളരെ കർശനമായി പാലിക്കേണ്ടതായിട്ടുള്ള ജീവിതക്രമത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മളോട് കാണിക്കുന്ന വലിയ റെസ്പോൺസിബിലിറ്റിയുടെ, അതുപോലെ നമ്മുടെ സമൂഹത്തിനോട് കാണിക്കുന്നതായിട്ടുള്ള സത്യസന്ധതയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ജീവിക്കുന്നു. കാരണം നമ്മൾ കുട്ടികളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ചെയ്യരുത് എന്നാണ്. കുട്ടികളോട് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മളത് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? ഒരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊരു മാതൃക, ഒരു മോഡൽ ആയി നിന്ന് പ്രവർത്തിക്കുന്ന സമയത്താണ് നമുക്കങ്ങനെ നീ അത് ചെയ്യരുത് എന്ന് പറയാനായിട്ട് വരും. നമുക്കത് പറ്റും, നമുക്കതിനുള്ള അവകാശമുണ്ട്, നമ്മളത് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് സമൂഹത്തിൻ്റെ സദുദ്ദേശപരമായ രീതിയിലുള്ള ആഗ്രഹങ്ങൾ അത് നമുക്ക് സ്വീകരിക്കാവുന്ന, തീർച്ചയായിട്ടും അതല്ലാത്തതിനെ നമുക്ക് നിരാകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ജോയ് മാത്യുവും അതേപോലെ തന്നെ ഒക്കെ മുന്നോട്ട് വെക്കുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. ഒരിക്കലും ആളിന് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ് അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കണക്കാക്കും. കാരണം നമ്മൾ രാഷ്ട്രീയക്കാരാണ്. അപ്പം നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വ്യക്തിത്വത്തിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കും. രാഷ്ട്രീയം വേണം, ആ രാഷ്ട്രീയം പറയണം, ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ജീവിക്കണം. അതിൻ്റെ ഒരു ആദർശാത്മകത എന്ന് പറയുന്നത് കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് കഴിയണം എന്ന് നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയുള്ള ഒരാളെ ഒരു കാരണവശാലും നമ്മൾ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് സലീംകുമാറിനെ വളരെ കാര്യമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇന്നലെ മലയാള മനോരമയിൽ നിന്ന് എന്നോട് ഒരു കുറിപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. സലീംകുമാറിൻ്റെ ഒരു ക്യാരക്ടറിലെ ഏറ്റവും വലിയ സവിശേഷത പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ്. മാത്രമല്ല ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ചാപ്ലിൻ ടച്ചുള്ളതാണ് എന്നുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോഡേൺ ടൈംസിലൊക്കെ അദ്ദേഹം ചാപ്ലിൻ കാണിക്കുന്ന
ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിനെതിരെ, ഹിറ്റ്ലർക്കെതിരെയൊക്കെയുള്ള അത്യുജ്വലമായിട്ടുള്ള നിലപാടിൻ്റെ രാഷ്ട്രീയമാണ്. ചരിത്രത്തിലൊരു അപൂർവമായിട്ടുള്ള നടന്മാർക്ക് മാത്രമേ അങ്ങനത്തെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സലീം കുമാറിൻ്റെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതേസമയം മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. ഇപ്പം നമുക്ക് ഒരുപാട് ഹാസ്യ സാമ്രാട്ടുകൾ നമ്മളെ വിട്ടുപോയി. അടുത്തിടെയാണ് ശ്രീനിവാസൻ പോയത്. കുറേ മുമ്പ് ഏറ്റവും നല്ലൊരു ചെറിയ പ്രായത്തിൽ തന്നെ കലാഭവൻ മണി നഷ്ടപ്പെടുന്നു. ജഗതി ആകട്ടെ ഒരു വീൽ ചെയറിൽ കോമയിൽ ഇരിക്കുകയാണ്. കൊച്ചിൻ ഹനീഫയില്ല, ഒടുവിലില്ല, എല്ലാവരും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പം കലാഭവൻ മണിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അവിടെയും ലഹരി എന്ന് പറയുന്ന ഒരു പ്രധാന വില്ലനുണ്ട്. അവിടെ കുറച്ചുകൂടി എക്സെപ്ഷനായിട്ട് നിൽക്കുന്നത് ജഗതിയാണ്. ജഗതി ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചു പോയതാണ് അദ്ദേഹത്തിന്. ശ്രീനിവാസൻ തുറന്നു സമ്മതിച്ചിട്ടുള്ളതാണ് പുകവലിയാണ് എന്നെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. പറ്റുമെങ്കിൽ ഞാൻ ആളുകളെ ഉപദേശിക്കുക പോലും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഏത് കോലത്തിലെത്തി എന്നുള്ളത് നമുക്കറിയാം. സലീം കുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്നും നമുക്കറിയാം. അപ്പം ഈ സ്മോക്കിംഗ് കിൽസ്, ഡ്രിങ്കിങ് കിൽസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കലാകാരന്മാരെ കൊല്ലുകയാണ്. അല്ല, അത് തീർച്ചയായിട്ടും കലാകാരന്മാരുടെ കലാപ്രതിഭ പ്രകടമാക്കാനായിട്ട് ഇവയ്ക്കൊക്കെ കഴിയും എന്ന് പറയുന്ന ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് അത് പ്രോത്സാഹിക്കപ്പെട്ടിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് നാം ഈ മമ്മൂട്ടിയുടെ ശരീരഘടനയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരിപാലനത്തെക്കുറിച്ചും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മമ്മൂട്ടിയും ഈ ഒരു ആരോഗ്യ രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ 76 വയസ്സിന് മുമ്പേ മമ്മൂട്ടിയും നമ്മളെ വിട്ട് വേർപിരിഞ്ഞ് പോകേണ്ടതായിരിക്കും ഒരു പക്ഷേ.